ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയിയുടെ മൃതദേഹം ഇപ്പോൾ 46 മണിക്കൂറിന് ശേഷം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത. പഴവങ്ങാടി തകരപ്പറമ്പ് പുറകിലെ കനാലിൽ, അതായത് ശ്രീത്ര പൂവർ ഹോമിന്റെ പുറകിലാണ് മൃതദേഹം തോട്ടിൽ പൊങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. റെയിൽവേയിൽ നിന്നും മറ്റും വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥലം കൂടിയാണ് ഇത്. ജീർണിച്ച അവസ്ഥയിലായിരുന്നു മൃതദേഹം. കനാലിൽ നിന്ന് പുറത്തെടുത്ത മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലുണ്ട്. ബന്ധുക്കൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരാണ് മൃതദേഹം ഒഴുകിപ്പോകുന്നത് രാവിലെ കണ്ടത്. തുടർന്ന് തിരച്ചിൽ നടത്തുകയും ഇത് ജോയിയുടേതാണെന്ന് സ്ഥിരീകരിക്കുകയുമായിരുന്നു. ഇന്ന് രാവിലെയും നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള സംഘം തിരച്ചിൽ പുനരാരംഭിച്ചിരുന്നു. സ്കൂബ സംഘവും നാവികസേനാ സംഘത്തിനൊപ്പം തിരച്ചിലിനായി ഉണ്ടായിരുന്നു. സോണാർ ഉപയോഗിച്ച് ടണലിലെ ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴൊന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരം ഉണ്ടായിരുന്നില്ല. അരുൺ തുടരുന്നുണ്ട്. അരുൺ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ആമയിഴഞ്ചാൻ തോട്ടിലും സമീപ പ്രദേശങ്ങളിലും കുന്നുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളാണ്. ഒരു മരണം വേണ്ടി വന്നു നഗരസഭയുടെയും റെയിൽവേയുടെയും മറ്റു ഭരണകൂടങ്ങളുടെയും ഭരണാധികാരികളുടെയും മറ്റും കണ്ണു തുറപ്പിക്കാൻ എന്നുള്ളതാണ്. നാട്ടുകാർക്കും പറയാനുണ്ടല്ലോ ചില കാര്യങ്ങൾ. അവരിലേക്ക് പോകാം. ജോയിയുടെ മൃതദേഹം കണ്ടെത്തി കഴിഞ്ഞു. ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് ശ്രീത്ര പൂവർ ഹോമിന് പുറകിലെ തോട്ടിലാണ്. അവിടെ ഒഴുകിയ പൊങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. അതിനുശേഷം ബന്ധുക്കളെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു ജോയിയുടേതാണെന്ന്. അരുൺ, ഞാൻ എന്റെ ചോദ്യം കേട്ടെങ്കിൽ, മാലിന്യ കൂമ്പാരമായ നഗരഹൃദയത്തിലൂടെ മാലിന്യവാഹിനിയായി ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട് ദുരവസ്ഥ വല്ലാതെയാണ്. ഒരു മരണം അത് വേണ്ടി വന്നു. ജോയിയുടെ രക്തസാക്ഷിത്വം വേണമെങ്കിൽ അങ്ങനെ പറയാം, വേണ്ടി വന്നു ഇത്തരം കാര്യങ്ങളിലേക്ക് ഒന്നുകൂടി കണ്ണു തുറപ്പിക്കാൻ. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ജോയിക്ക് ഒരു മരണമുണ്ടായെങ്കിൽ അതിൽ ഒന്നാം പ്രതി നഗരവാസികൾ തന്നെയാണ്. നമുക്ക് നഗരസഭയെ കുറ്റപ്പെടുത്താം, സർക്കാരിനെ കുറ്റപ്പെടുത്താം, മറ്റ് റെയിൽവേ സംവിധാനങ്ങളെ കുറ്റപ്പെടുത്താം. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത്തരമൊരു ജലാശയത്തെ ഈ അവസ്ഥയിലേക്ക് മാറ്റി നഗരത്തിലെ താമസക്കാർക്ക് നഗരത്തിൽ ഇവിടെ നിന്ന് വ്യാപാരം നടത്തി വലിയ വരുമാനമുണ്ടാക്കുന്ന ഈ തകരപ്പറമ്പ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വ്യാപാര സ്ഥാപന ഉടമകൾക്ക് വലിയ പങ്കുണ്ട്. അവരാണ് ഈ രീതിയിൽ മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കുന്നത്. ഈ ആമയിഴഞ്ചാൻ തോടൊഴുകുന്ന വഴികളുടെ പല ഭാഗങ്ങളിലും വീടുകളുണ്ട്, താമസക്കാരുണ്ട്. അവിടത്തെയൊക്കെ മാലിന്യങ്ങൾ എല്ലാ തരത്തിലും ഈ തോട്ടിലേക്കാണ് നിക്ഷേപിക്കപ്പെടുന്നത്. അതിനപ്പുറത്തേക്ക് ഓട്ടോറിക്ഷകളിലും മിനി ലോറികളിലും ഒക്കെ മാലിന്യങ്ങൾ കൊണ്ട് തള്ളിയ അനുഭവങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ നഗരത്തിലെ ഡ്രെയിനേജ് സംവിധാനം, ഡ്രെയിനേജ് അനാവശ്യമായി ഉണ്ടാകുന്ന വെള്ളം പൂർണ്ണമായും ഒഴുകിപ്പോകാൻ വേണ്ടിയാണ് പണ്ട് ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ഒരു നിർമ്മാണം, അല്ലെങ്കിൽ അതിന്റെ ഒരു ഒഴുക്ക് തന്നെ ആ രീതിയിലാണ്. അങ്ങനെയാണ് നഗരത്തിൽ വെള്ളപ്പൊക്കമില്ലാതെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ഒഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെടാനുള്ള കാരണം ഇത്തരത്തിൽ എല്ലാ ഭാഗത്തും കയ്യേറ്റങ്ങളും അതുപോലെ തന്നെ ഈ മാലിന്യ മലയുമാണ്. നമുക്കറിയാം, ഉച്ചയ്ക്ക് 11 മണിയോട് രാവിലെ 11 മണിയോട് കൂടിയാണ് ജോയി ഈ മാലിന്യം നീക്കാൻ വേണ്ടി തന്നെയാണ് ഒരു മനുഷ്യനും ഒന്ന് തൊടാൻ പോലും കാലിടാൻ പോലും അറയ്ക്കുന്ന വെള്ളത്തിൽ ഇറങ്ങി നിന്നാണ് ശുചീകരണ തൊഴിലാളികൾ ഈ മാലിന്യമല തമ്പാനൂർ ഭാഗത്ത് നീക്കാൻ ഇറങ്ങിയത്. അങ്ങനെ നീക്കം ചെയ്യുമ്പോഴാണ് ജോയിക്ക് ജീവൻ നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ജോയി അപകടത്തിൽപ്പെടുന്നത്. ആ ജോയിയെ രക്ഷിക്കാനാണ് പിന്നീട് മനുഷ്യർ തന്നെ ഇറങ്ങി, സ്കൂബ ഡൈവിംഗ് സംഘം അടക്കമുള്ള ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരടക്കം ഇറങ്ങി. അവർ ഇത്രയധികം മണിക്കൂറുകൾ ഈ മലിനജലത്തിൽ ഒരു മടിയും കൂടാതെ, ഒരു സങ്കോചവും കൂടാതെ ഒരു മനുഷ്യജീവൻ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയത്. അതിനും കാരണക്കാർ ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നവർ തന്നെയാണ്. കാലാകാലങ്ങളായി ആ ടണലിനുള്ളിൽ മാലിന്യങ്ങൾ ഉറച്ച ഒരു പാറക്കെട്ട് പോലെ, ഒരു മാലിന്യ മല പോലെ ആ ഭാഗം മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇത്രയധികം മാലിന്യങ്ങൾ ഉണ്ടാകുന്നത്. എന്നിട്ടും നമുക്കറിയാം എത്രത്തോളം ഒഴുക്കുണ്ടെങ്കിൽ ആ മാലിന്യങ്ങളെയൊക്കെ മറികടന്ന് ജോയി ഒഴുകി ഈ ഭാഗത്ത് ഏതാണ്ട് കറങ്ങി ഇതിന്റെ ചുറ്റുള്ള ഒരു 1 കിലോമീറ്ററോളം ദൂരമെങ്കിലും ഈ ഭാഗത്തൂടെ ജോയി ഒരുപക്ഷെ ജീവന് വേണ്ടി പിടഞ്ഞ് സഞ്ചരിച്ചിരിക്കാം, അല്ലെങ്കിൽ മരിച്ച ശേഷം ഒഴുകി വന്നതാകാം. ഏതായാലും ഇത്രയധികം മണിക്കൂറുകൾ ഇത്രയധികം ദൂരം ഒഴുകി വരണമെങ്കിൽ അത്രയധികം ഒഴുക്ക് ഇപ്പോഴും ഈ ജലാശയത്തിലുണ്ട്, ആമയിഴഞ്ചാൻ തോടിനുണ്ട്. ഇത്രയധികം മാലിന്യങ്ങൾ മാലിന്യമല തടസ്സം സൃഷ്ടിക്കുമ്പോഴും അതെല്ലാം മറികടന്നുകൊണ്ട് ഒഴുകി വരണമെങ്കിൽ അത്രയധികം ഒഴുക്ക് ഈ ജലാശയത്തിന് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അവിടെയാണ് നമ്മൾ ഇനിയും കാണേണ്ടത്. ഇതൊരു ഭാഗത്തെ മാത്രം കാഴ്ചയല്ല. നമ്മൾ തമ്പാനൂർ ഭാഗത്ത് കഴിഞ്ഞ മണിക്കൂറുകളായി 46-47 മണിക്കൂറുകളായി നമ്മൾ കാണുന്നതാണ്. ഈ മറ്റു ഭാഗങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇത്തരത്തിൽ തന്നെയാണ് ജലം ഒഴുകി വരുന്നത്. ഇവിടെ നിരവധി വീടുകളുണ്ട്, താമസക്കാരുണ്ട്. ഇവിടെ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് ഈ വേസ്റ്റ്?
നമ്മൾ വന്ന് ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇവിടെ ഒന്നും ആയി പോയി നമ്മളെ പൈസയ്ക്ക് പറയണ്ടേ, ഞങ്ങൾക്ക് ആകപ്പെട്ടു പോയി. ഞങ്ങൾ ഇവിടെ വന്നൊരു വീട് എടുത്തു പോയി. നാറ്റം കൊണ്ട് ഇവിടെ സഹിക്കാൻ വയ്യ ഞങ്ങൾക്ക്. നിങ്ങളുടെ മാലിന്യങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത്? ഞങ്ങളുടെ മലിനം 350 രൂപയ്ക്ക് ഇവിടെ വീട്ടിൽ വന്ന് വേസ്റ്റ് നഗരസഭ ഹരിതകർമ്മസേന എടുക്കും. ഇവിടെ ആളുകൾ കൊണ്ട് കളഞ്ഞങ്ങൾ കണ്ടിട്ടില്ലേ? അത് ഞങ്ങൾ കണ്ടിട്ടില്ല. അത് അവര് കൊണ്ടുകിട്ടുന്നത് എപ്പോഴാണെന്ന് പറയാം. അല്ലെങ്കിൽ കൊടുക്കാനാവും. ഒരു 4-4:30 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ട് തള്ളും. 60 മാലിന്യങ്ങളും എല്ലാം കൂടെ കൊണ്ടു അവിടെ നിന്ന് ചാക്കുകളിൽ കെട്ടിയാണ് ചാക്കി കെട്ടി ഇവിടെ കൊണ്ട് തള്ളിയിട്ട് പോകും. അത് ഞാൻ ഒരിക്കൽ ഇതുപോലെ ഒരു പയ്യനെ നമ്പർ കണ്ടുപിടിക്കും. അവന്റെ നമ്പർ കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇവരെ ഹരിതശ്രീയിൽ കൊടുത്തു. അവർ കൊണ്ടുവന്ന് അവിടെ കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഹെൽത്ത് ഓഫീസർ അതിൽ കൊടുത്തെന്ന് പറഞ്ഞു. പിന്നെ എന്തായെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇത് ഇപ്പോഴും തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൂടുതൽ അവിടുന്ന് ഒഴുകി വരണതാണ്. ആ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് വരണതാണ്. ഇവിടെ തള്ളാറുണ്ട്, ഇല്ലാതെ ഉണ്ട്. ഞാൻ പിടിച്ചിട്ടുമുണ്ട്. എന്ത് ചെയ്യാം നമുക്ക്? എല്ലാം കൊണ്ടിരുന്ന ക്യാമറ ഇല്ലാത്തതുകൊണ്ട് ഒന്നാമത് ഈ നേരെ നടയിലാണ് കൊണ്ടിരുന്നത്. ഇവിടെ ഒരു ക്യാമറ വെച്ചിരുന്ന ഈ പ്രശ്നം ഞങ്ങൾ ഈ വീട്ടിന്റെ നേരെ നടയിലാണ് ഞങ്ങൾക്ക് കൊണ്ടിരുന്ന നാറ്റം പിടിച്ച് കിടക്കുന്നത്. രഞ്ജിത്ത്, നമുക്ക് ഈ ആ വീടും ഈ മാമിഴഞ്ചാൻ തോടിന്റെ ഈ ഭാഗവും തമ്മിലുള്ള ദൂരം ഏകദേശം നമുക്ക് ഒരു 10 മീറ്റർ പോലും താഴെയാണ്. അത്രയധികം ദുസ്സഹമായ അവസ്ഥയിലാണ് ഇവിടെ ആളുകൾ. ഇവിടെ ആരൊക്കെ താമസിക്കും? നിങ്ങളെല്ലാം? ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, ചേട്ടനും ഞാനും. മക്കളൊക്കെ പരാതിയൊക്കെ പറഞ്ഞിട്ടെന്താണ് എല്ലാവരും പറയുന്നത്? ഞങ്ങള് പരാതി പറഞ്ഞിട്ട് ഒന്നും പിന്നെയും ഇവിടെ നടയിൽ കൊണ്ട് ഇടുന്നല്ലാതെ ഇവിടെയൊക്കെ പിന്നെ റോഡിൽ ആഹാരം കഴിക്കാനൊക്കെ പറ്റൂടെ? കഴിക്കാൻ ഭയങ്കര സ്മെല്ലാണ്. ഞങ്ങൾ കഥ തുറന്നുകൊണ്ടില്ല, അടച്ചിട്ട് പുറത്തുനിന്നൊക്കെ ചിലപ്പോ കഴിക്കും. പുറത്തുനിന്ന് ഞങ്ങള് മാറാൻ വേണ്ടി ഞങ്ങള് വാടകയ്ക്കല്ല, ഒറ്റയ്ക്കാണ് ഞങ്ങളിവിടെ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. പൈസ ചോദിച്ചോണ്ടിരിക്കുന്നത്. വേറെ ഞങ്ങൾക്ക് ഒരു കഷ്ടകാലത്തിൽ വന്ന് ഇവിടെ എടുക്കും. ഇവിടെ ജോലി കോടതിയിലാണ്. അപ്പൊ ഇവർക്ക് എന്റെ ജോലി ഞാൻ അഡ്വക്കേറ്റാണ്. പോയിട്ട് വരാനുള്ള സൗകര്യം തന്നെയാണ് ഞാൻ ഇത് എടുത്തത്. അപ്പൊ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് പോകാൻ വേണ്ടി ജീവിച്ചു പോകണമല്ലോ. അതിന് വേണ്ടി നമ്മളിത് വീടെടുത്ത് ഇവിടെ താമസിക്കും. രഞ്ജിത്ത്, ഈ മാലിന്യ വാഹിനിക്ക് അടുത്ത് കുടുങ്ങിപ്പോയ ജീവിതങ്ങളാണ്, അവരാണ് അവരുടെ സങ്കടം പറഞ്ഞത്. ഇവിടെ നിന്ന് ഈ കൈ എത്തിയാൽ നമുക്ക് കാണാം, കൈ ചൂണ്ടിക്കാണിക്കാം. ഇവിടെ അതിന്റെ ഈ മാമിഴഞ്ചാൻ തോടിന്റെ ബൗണ്ടറിയാണിത്. ഈ ഭാഗത്താണ്, ഇവിടെ നിന്നാണ് തൊട്ട് താഴെയാണ് മാലിന്യം. എങ്ങനെ ഇത്ര അടുത്തുള്ള ആളുകൾ, ഒരു വീടല്ല നിരവധി വീടുകൾ ഇവിടെയുണ്ട്. എങ്ങനെ ഇവിടെ ആളുകൾ ജീവിക്കും? എങ്ങനെ അവർ ഭക്ഷണം കഴിക്കും? എങ്ങനെ അവർ പുറത്തിറങ്ങി നടക്കും? നമുക്കറിയാം, വലിയ രീതിയിലുള്ള സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു കാലമാണ്. ഒരുപക്ഷെ മഴ ശക്തമായാൽ ഇതും നിറഞ്ഞ് വെള്ളം ഇവിടേക്ക് ഒഴുകും. ഈ വീട്ടിൽ തൊട്ട് മുൻപിലാണ് ഇത്തരത്തിൽ മാലിന്യം നിറഞ്ഞ് എല്ലാവിധ നഗരത്തിലെ എല്ലാ മാലിന്യങ്ങളും പേറിക്കൊണ്ട് എല്ലാ അസുഖങ്ങളും ഉണ്ടാക്കുന്ന മാലിന്യങ്ങളായിക്കൊണ്ട് ഈ ഒരു തോട് ഒഴുകുന്നത്. അവിടെ താമസിക്കുന്ന ജീവിതങ്ങളാണ്. അവർക്ക് ഇവിടെ നിന്ന് മാറിപ്പോകാൻ മറ്റ് വഴികളില്ല, മറ്റ് സംവിധാനങ്ങളില്ല. അങ്ങനെ ഈ മാലിന്യവാഹിനിക്ക് ചുറ്റും കുടുങ്ങിപ്പോയ ജീവിതങ്ങളുടെ പ്രതീകങ്ങളെയാണ് നമ്മൾ കണ്ടത്. ഇത് ആ ദമ്പതിമാർ മാത്രമല്ല, മറ്റ് നിരവധി കുടുംബങ്ങൾ, എത്രയധികം കുടുംബങ്ങൾ, പലരും ഈ ഭാഗത്ത് ഇതിന്റെ എതിർവശത്താണ്. ഇവർക്ക് തോടുമായി നേരിട്ട് ബന്ധമുള്ളത്. പക്ഷേ ഈ തോടിന്റെ കരയിൽ തോട് കൈയടക്കിയും അല്ലാതെയും ഒക്കെ താമസിക്കുന്ന നിരവധി ആളുകളുണ്ട്. നിരവധി സാധാരണക്കാർ, അവിടെ ജീവിക്കാൻ വിധിക്കപ്പെട്ട സാധാരണക്കാരുണ്ട്. അവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. ആ അമ്മ നമ്മോട് പറഞ്ഞത് കേൾക്കണം. അതായത് 350 രൂപ കൊടുത്തവർ ഇവിടുത്തെ മാലിന്യങ്ങൾ മാറ്റുന്നു. ഹരിതകർമ്മസേനയ്ക്ക്, നഗരസഭയ്ക്ക് 350 രൂപ എല്ലാ മാസവും കൊടുത്ത് സ്വന്തം വീട്ടിലെ മാലിന്യങ്ങൾ മാറ്റുന്നു. പക്ഷേ അവരുടെ വീടിന് തൊട്ടു മുമ്പിലെ അവസ്ഥ ഇതാണ്. നഗരത്തിന്റെ മുഴുവൻ മാലിന്യങ്ങളും ഇവിടെ കൂടെ ഒഴുകി വരുന്നു. ഇവിടേക്ക് വലിയ വ്യവസായികൾ, വ്യാപാര സ്ഥാപനങ്ങൾ ഒക്കെ ഇവിടെ നിന്ന് മാലിന്യങ്ങൾ യഥേഷ്ടം കൊണ്ട് ഒരു സങ്കോചവും കൂടാതെ കൊണ്ട് തള്ളുന്നു. ലോറിയിൽ, ഓട്ടോറിക്ഷയിലൊക്കെ രാത്രികാലങ്ങളിൽ ഇവിടെ കൊണ്ട് തള്ളുന്നു. നമുക്ക് നേരത്തെ എനിക്ക് അറിയാം, ഇവിടെ കണ്ടിട്ടുള്ളതാണ്. ഈ ഭാഗത്ത് ഒരു 2 ആൾ പൊക്കത്തിൽ പച്ച നെറ്റ് വല ഇട്ടിരുന്നു ഇവിടേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ. പക്ഷേ ഇപ്പോൾ അതും എടുത്തു മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മാലിന്യങ്ങൾ തള്ളുന്ന അക്ഷരാർത്ഥത്തിൽ ക്രിമിനൽ സ്വഭാവം കാണിക്കുന്ന ആളുകൾക്ക് ഇത് കുറച്ചുകൂടി എളുപ്പമായി വളരെ വേഗത്തിൽ രാത്രികാലങ്ങളിൽ ഇത് പൊതുവിൽ ഇപ്പോൾ തിരക്കുണ്ടെങ്കിൽ പോലും രാത്രിയായി കഴിഞ്ഞാൽ അത്രയധികം തിരക്കില്ലാത്ത ഒരു പ്രദേശമാണ്. ഒരു ഇട റോഡാണ്. തകരപ്പറമ്പിൽ നിന്ന് മഞ്ചൂരിലേക്ക് വരുന്ന ഇട റോഡാണ്. ഈ ഭാഗത്ത് ആർക്കും രാത്രികാലങ്ങളിൽ കൊണ്ട് മാലിന്യങ്ങൾ അതെത്ര വലുതാണെങ്കിലും എത്ര വലിയ അളവിലാണെങ്കിലും കൊണ്ട് തള്ളിയിട്ട് പോകാനുള്ള അവസരമാണ് ഇപ്പോൾ ഈ നെറ്റ് മാറ്റിയോടുകൂടി ഒഴുകുന്നത്. ഈ ഭാഗത്ത് ചുറ്റും വീടുകളാണ്. ഇതിന് എതിർവശത്തെ മുഴുവൻ വീടുകളും കുറച്ചപ്പുറത്തൊക്കെ വ്യാപാര സ്ഥാപനങ്ങളുമാണ്. അവിടെയൊക്കെയാണ് ഇത്തരത്തിൽ മനുഷ്യർ പുഴുക്കളെ പോലെ ജീവിക്കേണ്ട അവസ്ഥയുള്ള സ്വന്തം വീട്ടിലെ മാലിന്യങ്ങൾ 350 രൂപ കൊടുത്ത് പ്രതിമാസം നീക്കം ചെയ്യുന്ന അതേ ആളുകളാണ്. അവരാണ് ഈ മാലിന്യങ്ങൾ, ഒരു നാടിന്റെ മുഴുവൻ മാലിന്യങ്ങൾ ഒഴുകിപ്പോകുന്ന ഈ
ഇത് കണ്ടുകൊണ്ട് അവർക്ക് ഇവിടെ ജീവിക്കേണ്ട അവസ്ഥ, നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. ആഹാരം കഴിക്കാൻ പോലും ഇവിടെ നമുക്ക് അതാണ് ആമയിഴഞ്ചാൻ തോടിന്റെ പ്രദേശങ്ങളിലുള്ള ഭീകര ദൃശ്യം അത് തന്നെയാണ്. ചുറ്റുപാടും മാലിന്യങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി തന്നെ കാണാം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ